പാപ്പച്ചൻ കോൺട്രാക്ടറുടെ മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? കണ്ടോ, അവന് ഉറപ്പില്ല. മിണ്ടി പോകരുത്. മോന്റെ കൈക്ക് എന്ത് പറ്റി? ബൈക്കിന്ന് വീണതാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിമാന്മാർ സ്തുതിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. കൊല്ലപ്പെട്ടത് ഹോം മിനിസ്റ്റർ ആണെന്ന് ഓർമ്മ വേണം. ഈ അമ്മയും ഈ അച്ഛനും ചേർന്ന് രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സാർ, ദൈവദോഷം പറയരുത്. അന്ന് സ്വന്തം അമ്മയെ അധിക്ഷേപിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അവന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവാം. അത് വെച്ച് ഈ കൊലപാതകം അവന്റെ തലയിൽ കെട്ടിവെക്കരുത്. അവനത് ചെയ്യില്ല സാർ. എന്റെ മോനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറ. കൊള്ളാം. ഹോം മിനിസ്റ്ററുടെ പേരിൽ കഥ ചമച്ചുണ്ടാക്കിയ കഥാകാരി ഇപ്പൊ പോലീസിനെ പറ്റി പുതിയ കഥ എഴുതുകയാണല്ലേ? അവൻ എവിടെ ഉണ്ടെന്ന് പറ. പിടിച്ചോണ്ട് തല്ലിക്കൊന്ന് കുഴിച്ചുമൂടിട്ടിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക കമ്മീഷണർ സാർ. ഇതുപോലുള്ള കളികൾ മുമ്പും കുറെ കളിച്ചിട്ടുള്ളതാ പോലീസ്. കക്കാൻ ക്യാമ്പിലെ രാജൻ കൊലക്കേസ് പോലെ തന്നെയായിരിക്കും രമേശിന്റെയും ഗതി. നിന്റെ ഗതി അതിലും മോശമായിരിക്കും. If you don't shut your bloody mouth and get lost. നന്ദിനി, എന്താ ഇത്? നിങ്ങൾ നോക്കിക്കോ, എന്റെ മോൻ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. നന്ദിനി, അവിവേകം ഒന്നും കാണിക്കരുത്. ആന്റി, മേരി മാഡത്തിന്റെ മുമ്പിൽ കൂടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ശ്വാസം നിന്ന പോലെ ആയിപ്പോയി. ജസ്റ്റ് എസ്കേപ്പാ. ഈശ്വരൻ കാത്തു. പറഞ്ഞ ഒക്കെ തന്റെ അമ്മ ഓർത്തിട്ടാ. തന്നെ കണ്ടില്ലെങ്കിൽ ചത്തുകളയൊന്ന് പറഞ്ഞു എന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഈ റിസ്ക് എടുത്തത്. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്ന. അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് വരണം. ഹലോ, പേടിക്കണ്ട. ഐ എം CI വിഘ്നേഷ്. ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിസരത്ത് പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കുട്ടിയതാ. നീ അവനല്ലേ? വേഗം പിടികിട്ടി പിടിക്കിലാകെ പിടിച്ചത്. എന്താണോ നോക്കിയിരിക്കുന്നത്? പോയി തൂക്കിയെടുത്തോണ്ട് വേണോ? ഞാൻ തന്നെ വേണോ? പിന്നല്ലാതെ ഹലോ, മലയാള മനോരമല്ലേ? അതെ, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൊലയാളിയില്ലേ രമേശ്? അവൻ തന്നെ. അവനെ CI വിഘ്നേഷ് പിടികൂടി. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ തന്നെ ഓഫീസിൽ എത്തിച്ചേക്കാം. ഒന്ന് കാര്യമായിട്ട് കൊടുത്തേക്കണേ. ഹലോ, മാതൃഭൂമി. ഈ CI വിഘ്നേഷ് ആരാണെന്ന് നീ ഇന്നറിയും. പിടിച്ചോ അവരെ. ആ സ്റ്റുഡിയോയിൽ വിളിച്ച് ഫോട്ടോഗ്രാഫറെ വരാൻ പറ. എന്താണ് സർ? അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ.
എന്താണോ ഇത്? ഇനി പോലീസ് മാർഗം കല്ലെറിഞ്ഞ് വീഴ്ത്തണോ അവനെ? ചറ പറയണോ? ഇത് തടുക്കണം, തടുക്കണം. കുത്തി ഇറങ്ങി അവനെ പിടിച്ചോ? ഇല്ല സാർ. അതെങ്ങനെ? ബോധം കെട്ട് വീണ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ അതോ അവനെ പിടിക്കാൻ പോവോ? പിന്നെ താൻ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ എല്ലാ പത്രത്തിലും വിളിച്ചു പറഞ്ഞു എന്തിന്? അതങ്ങനെയല്ലേ സാർ. കർത്താ സാറിന്റെ നേതൃത്വത്തിൽ CI വിഘ്നേഷ് പ്രതിയെ പിടിക്കും. തന്നെ സാർ സ്ട്രെയിൻ ചെയ്യരുത്. നെഞ്ചിന്റെ സെൻട്രൽ പോയിന്റിലാ കമ്പ് കൊണ്ടത്. അതുകൊണ്ടല്ലേ സാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ. അവനൊരു പഠിച്ച കള്ളനാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതല്ല സാർ, അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ്. അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ. അതെനിക്കറിയാം സാർ. എടോ, മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ? ഉവ്വ് സാർ. 7 മണിക്ക് വിളിച്ചത് ലീഡർ KR ആണ്. 7:15 വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. 7:30 വിളിച്ചത് പാപ്പച്ചൻ ഗ്രൂപ്പ് MD പാപ്പച്ചനാണ്. 7:40 45 വിളിച്ചത് മിനിസ്റ്ററുടെ 2 സ്ഥിരം കക്ഷികളാണ്. അതാര്? മിനിസ്റ്ററുടെ 2 വീക്ക്നെസ്സുകൾ. അവർ ആ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല. കാരണം അവര് അതർവൈസ് എൻഗേജ്ഡ് ആയിരുന്നു. സംവെയർ എൽസ് വിത്ത് സം അതർ പേഴ്സൺസ്. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക്. എന്തൊരു വെയില. പമ്പിൽ ഇറങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു മുതലാളി. അയ്യോ, നിക്കടാ അവിടെ. എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഓടിയത്? പേടിച്ചിട്ടാ. മന്ത്രിയെ കൊന്ന് ഞാനാണെന്ന് പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ വന്നവരെ ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ. മിനിസ്റ്റർ കൊന്നയാളെ ഇവൻ കണ്ടു. എന്താ നിന്റെ പേര്? അറുമുഖൻ. ഓ, മിനിസ്റ്ററുടെ കുക്കായിരുന്നു അറുമുഖൻ. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി ചെയ്യുന്ന പമ്പിലെ മുതലാളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറിയിലാ. മുറി മാറി കയറിയതാ. നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ വന്നവരെ നീ എങ്ങനെയാ കണ്ടത്? അത് ഇവനെ വിശ്വസിക്കരുത് സാർ. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇല്ല സാർ. മിനിസ്റ്റർ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ കർണക്കുറ്റിക്ക് അടിച്ച അവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. പെങ്ങടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റർ മരിച്ചന്ന് രാത്രി അങ്ങോട്ട് കാറ് പോകുന്ന കണ്ടു. മുഖത്തോക്കി 2 വർത്താനം ചോദിക്കാൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അപ്പോ പെട്ടിക്കടയുടെ മുന്നില് പോലീസ് ജീപ്പ് കിടക്കുന്ന കണ്ടു. പോലീസ് ജീപ്പോ? അതെ സാർ. നീ കണ്ടോടാ? കണ്ടു സാർ. ചുമ്മാതെ കള്ളം പറഞ്ഞ ഇടിച്ചു നിന്റെ കൂമ്പിളക്കം. നീ കണ്ടോടാ? കണ്ടോടാ? താനൊന്ന് അടങ്ങടോ, അവൻ പറയട്ടെ. അല്ല സാർ, ഇവൻ പറയുന്ന കേട്ട പോലീസുകാരാണ് ഇത് ചെയ്തതെന്ന് തോന്നും. പോലീസുകാരെന്താ ഇതിന് മോശാണ്?